കെ വരദരാജനുണ്ട് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ. ശ്രീ വരദരാജൻ, ഇവിടെ KN ഖാദർ ചൂണ്ടിക്കാണിച്ചതുപോലെ സോണിയാഗാന്ധി വരുന്നത് ഒരു അദാലത്ത് നടത്താനല്ല. പരാതികൾ കേട്ട് പെട്ടെന്നൊരു പരിഹാരം നിർദ്ദേശിക്കാനും സാധിക്കില്ല. പക്ഷേ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് കൂടുതൽ യോജിപ്പുണ്ടാക്കാൻ ഒരുപക്ഷെ ആ നേതാവിൻ്റെ സന്ദർശനം സഹായകമായേക്കും. ആ നിലയ്ക്ക് തന്നെ ഇപ്പോൾ KN ഖാദർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ പ്രതിരോധിക്കാൻ പാകത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ സജീവമാക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് സാധിക്കുകയും ചെയ്തേക്കും. ഇടതുപക്ഷം എങ്ങനെ കാണുന്നു? അതൊരു വെല്ലുവിളിയായി തീരുമോ ഇടതുപക്ഷത്തിന്? സോണിയാഗാന്ധിയുടെ വരവ് ഇവിടെ നിലവിൽ നിൽക്കുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങൾക്കുള്ള അഭിപ്രായം. ഇവിടെ ഘടകകക്ഷി നേതാക്കന്മാർക്ക് ഒരു ദർശനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ചർച്ചയ്ക്കുള്ള അവസരം പോലും യഥാർത്ഥത്തിൽ സോണിയാഗാന്ധിയുടെ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. 3 മിനിറ്റാണ് ഒരു ഘടകകക്ഷിക്ക് ഇപ്പോൾ നീക്കി വെച്ചിട്ടുള്ള സമയം. KM മാണി സാറിനെ പോലുള്ള ആളുകൾ തൊണ്ടയെല്ലാം ശരിയാക്കി വരുമ്പോഴേക്ക് തന്നെ സമയം തീരും. അപ്പോൾ ഫലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ദർശനം കിട്ടുക എന്നുള്ളതിനപ്പുറത്തായി ഒരു പ്രശ്നവും ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നില്ല. അതിനേക്കാൾ പ്രധാനം സോണിയാഗാന്ധി കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളും മനസ്സിലാക്കാത്ത ഒരാളാണോ? കഴിഞ്ഞ 3-4 മാസക്കാലമായി കേരളത്തിൽ UDF-ലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി, അല്ലെങ്കിൽ കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ള പ്രതിസന്ധി, ഭരണ പ്രതിസന്ധി, ഇതിനെ സംബന്ധിച്ച് സോണിയാഗാന്ധിക്ക് അറിയാത്ത കാര്യമല്ല. അതുകൊണ്ട് സോണിയാഗാന്ധി നാളെ ഇവിടെ വന്ന് എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന് പറയുന്നതിൽ ഒരടിസ്ഥാനവുമില്ല. ഒരു ചർച്ചയും നടത്തി ഫലപ്രദമായ ഒന്നും സോണിയാഗാന്ധിക്ക് പരിഹരിക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിക്കകത്തും കോൺഗ്രസിനകത്തുമുള്ള പ്രശ്നങ്ങളെക്കാൾ ഉപരി കേരളത്തിൽ ഇന്നിപ്പോൾ ഒരു ഭരണമില്ല. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി അഴിമതിയുടെയും അതുപോലെ തന്നെ കള്ളക്കടത്തിൻ്റെയും മറ്റൊട്ടേറെ ആക്ഷേപങ്ങളുടെയും പേരിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആ സ്ഥാനം രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. പ്രതിപക്ഷം അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഉമ്മൻചാണ്ടിയെ മാറ്റുക എന്ന ജോലി സോണിയാഗാന്ധിക്ക് നിർവഹിക്കുന്നതിന് ഘടകകക്ഷികളുടെ അഭിപ്രായം പുതിയതായി തേടേണ്ട ഒരു കാര്യവുമില്ല. ഘടകകക്ഷികൾ തന്നെ ഈ കാര്യം പരസ്യമായും രഹസ്യമായും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിലെ ജനങ്ങളുടെ അഭിപ്രായം. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും സോളാർ വിഷയം സർക്കാരിന്റെ പ്രതിച്ഛായയെ ഗുരുതരമായി ബാധിച്ച സാഹചര്യത്തിലും കേന്ദ്ര നേതൃത്വം സ്വീകരിച്ച നിലപാട് പ്രശ്നങ്ങൾ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പരിഹരിക്കണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനും കേരള കോൺഗ്രസ് ബിക്കും CMPക്കും JSSനും മുസ്ലിം ലീഗിനും ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കെല്ലാം അവരവരുടേതായ ആവശ്യങ്ങളും പരിഭവങ്ങളും പരാതികളും ഉന്നയിക്കാനുണ്ട്. ഇതെല്ലാം തന്നെ സ്വാഭാവികമായും കോൺഗ്രസിന് ഈ മുന്നണിയെ ഐക്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഒരു വിലയിരുത്തലിലേക്കല്ലേ എത്തുക? നേരത്തെ സംസ്ഥാന നേതൃത്വത്തോട് പരിഹരിക്കാൻ ആവശ്യപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയാതെ വന്നു എന്ന ഒരു വിലയിരുത്തൽ ഉണ്ടായാൽ അത് ദോഷം ചെയ്യുക ഉമ്മൻചാണ്ടിക്കല്ലേ? ഗോപി, സോണിയാഗാന്ധി നാളെ കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർക്കാനാണ്, അല്ലെങ്കിൽ UDF-ലെ പ്രശ്നങ്ങൾ തീർക്കാനാണ് എന്ന് നാം അടക്കമുള്ള മാധ്യമങ്ങളും മറ്റുള്ളവരും കരുതുന്നിടത്താണ് തെറ്റ്. അവരിവിടെ വരുന്നത് മറ്റു ചില പരിപാടികളിൽ പങ്കെടുക്കാനാണ്. അവിടെ വരുന്ന ഉടനെ ഈ നേരത്തെ പറഞ്ഞ പോലെ അദാലത്തൊന്നുമല്ല. ഇപ്പം ഈ ശ്രീ വരദരാജൻ പറഞ്ഞ പോലെ 3 മിനിറ്റാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഒരു കൂടിക്കാഴ്ച, ഒരു മുഖാമുഖം സംഭവിക്കുന്നു എന്നതിനപ്പുറത്ത് ആ സോണിയാഗാന്ധിയുടെ വരവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വാസ്തവത്തിൽ ഇത് തന്നെയല്ല. നമ്മൾ സോണിയാഗാന്ധിയുടെ വരവിനെ കേരളത്തിലെ കോൺഗ്രസിലെയും UDF-ലെയും പ്രശ്നങ്ങളുടെ പരിഹാരവുമായി ബന്ധിപ്പിക്കുന്നതിലാണ് വാസ്തവത്തിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ നേരത്തെ എടുത്ത നിലപാടാണ് വളരെ ശരി. അതായത് കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് കേരളത്തിൽ തന്നെയാണ്, UDF-ലെ പ്രശ്നങ്ങൾ തീർക്കേണ്ടത് കേരളത്തിൽ തന്നെയാണ്. പക്ഷേ UDF-ലെ ചില ഘടക കക്ഷികൾ, പ്രത്യേകിച്ച് ലീഗും കേരള കോൺഗ്രസും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ കൂടുതൽ ഒരു സീറ്റ് ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. ലീഗിന് ഒരു സീറ്റ് കൂടെ വേണം, കേരള കോൺഗ്രസിന് ഒരു സീറ്റ് കൂടെ വേണം, UDF ഇതുവരെ മത്സരിച്ചിരുന്ന ഒരു സീറ്റ് സോഷ്യലിസ്റ്റ് ജനതയ്ക്ക് വേണം. അപ്പോൾ ആ വക കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്താൽ തീരില്ല എന്നുള്ളത് കൊണ്ടാണ് ഘടകകക്ഷികൾ വാസ്തവത്തിൽ സോണിയാഗാന്ധിയുടെ ഒരു ഇടപെടലിന് വേണ്ടി ആഗ്രഹിക്കുന്നതും അതിന് ഒരു അവസരം അവർ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ലാതെ ഈ വക പ്രശ്നങ്ങളെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്യേണ്ട. കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നം എന്താ?
കേരളത്തിലെ കോൺഗ്രസിലെ പ്രധാന പ്രശ്നം ഒരു വിഭാഗം ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കണം. അതിനുവേണ്ടിയാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. നമ്മുടെ പലരുടെയും ശ്രമങ്ങൾ, പലരുടെയും വാക്കുകൾ, പലരുടെയും പ്രവർത്തികൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ ചോദിക്കട്ടെ, ഡാറ്റാ സെൻറ്റർ, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു തീരുമാനം വന്ന ഉടൻ തന്നെ കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾ, CPM-ലോ CPI-ലെ നേതാക്കൾ ചെയ്യാത്ത രീതിയിൽ അതിനെതിരെ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരിക. പക്ഷേ ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, മറ്റന്നാൾ സോണിയാഗാന്ധി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഭൂരഹിതരില്ലാത്ത കേരളം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം. 1,00,000 ആളുകൾക്ക് 3 സെൻറ്റ് വീതം, ഞാനതിൻ്റെ രേഖകൾ കണ്ടതാണ്, ഏതാണ്ട് 1,00,000-ഓളം ആളുകൾക്കുള്ള ഭൂമി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. UDF സർക്കാരിൻ്റെ കഴിഞ്ഞ 2.5 വർഷക്കാലത്തെ ഏറ്റവും വിപ്ലവകരമായ ഒരു മാറ്റമാണ്. ഗോപി, കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ്, അതായത് ഇപ്പം ഗവൺമെൻറ്റിനെതിരെ നിരന്തരം ഓരോ ദിവസവും വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ് ഈ ഭൂരഹിത കേരളം, ഒരു പക്ഷേ വരദരാജൻ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായേക്കാം, ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അതിനെക്കുറിച്ച് ഒരു വാക്ക് മിണ്ടിയതായിട്ട് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? പിന്നെ എന്താ ഈ കേരളത്തിലെ കോൺഗ്രസ്, അവരുടെ ഉദ്ദേശം എന്താ? അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കണമെന്നുണ്ടോ? വാസ്തവത്തിൽ ഇവിടെ LDF വളരെ സേഫായിട്ട് നേരത്തെ ഒരു ചോദ്യത്തിൽ, അവിടെ നിന്നുണ്ടായ ഒരു ചോദ്യത്തിൽ CPM-ൻ്റെ ഇവിടെ KN ഖാദർ പറഞ്ഞപ്പോഴേ CPM-ൻ്റെ പ്രതിച്ഛായ വളരെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഇന്ന് LDF ഒരു കമാൻഡിങ് പൊസിഷനിലേക്ക് വന്നിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെയോ വിജയത്തിന് വേണ്ടി കേരളത്തിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷി, കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു നേതാവ് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ UDF-ഉം കോൺഗ്രസും നേരിടുന്ന പ്രദർശനം. അല്ലാതെ സോണിയാഗാന്ധി വരുന്നു, സോണിയാഗാന്ധി വന്നുകൊണ്ട് തീരുന്നു, അത് ഉമ്മൻചാണ്ടിക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്നതിനപ്പുറത്ത് UDF-ഉം കേരളത്തിലെ കോൺഗ്രസും തീരുമാനിക്കണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ അപ്പോൾ നമ്മൾ KN ഖാദർ നമ്മൾ മോഡിയുടെ വരവിനെ കുറിച്ച് പറഞ്ഞു. KN ഖാദറിൻ്റെ പാർട്ടിയുടെ നേതാവ് എന്താ പറയുന്നത്? മുസ്ലിം ലീഗ് ഉണ്ടെങ്കിൽ 20 സീറ്റും ജയിക്കാം, ഞങ്ങളാണ് ജയിപ്പിക്കുന്നത് പറഞ്ഞത്. പിന്നെ എന്തിനാ ഇനിയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്? അപ്പോൾ ലീഗ് തീരുമാനിക്കണം, കോൺഗ്രസ് തീരുമാനിക്കണം, മറ്റു ഘടകകക്ഷികൾ തീരുമാനിക്കണം. തെരഞ്ഞെടുപ്പിൽ UDF-ന് ജയിക്കേണ്ടതുണ്ട്. നല്ല സോണിയാഗാന്ധി വന്നതുകൊണ്ട് മാത്രം നേട്ടമുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. ഒരുപക്ഷെ ഈ വക തർക്കങ്ങളെല്ലാം പരിഹരിക്കുന്നതിന് ഒരു വഴി, അതിനൊരു മറയായിട്ട് വേണമെങ്കിൽ സോണിയാഗാന്ധിയുടെ വരവിനെ ഉപയോഗിക്കാം. പലതും കോംപ്ലിമെൻറ്റ്സ് ആക്കുന്നതിന് സോണിയാഗാന്ധിയുടെ മുമ്പിൽ ഞങ്ങൾ സംസാരിച്ച് തീർത്തു എന്ന് പറയാൻ വേണ്ടി വേണമെങ്കിൽ ചില കാര്യങ്ങൾ പറയാവുന്നതിനപ്പുറത്ത് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്, തിരിച്ചു വരാം ഷാനിമോൾ ഉസ്മാനിലേക്ക്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഇതിനൊക്കെ ഒരുപക്ഷെ മറുപടി പറയേണ്ടി വരിക കോൺഗ്രസ് തന്നെയാണ്. ഘടകകക്ഷികളുമായിട്ടുള്ള പ്രശ്നമായാലും കോൺഗ്രസിനകത്തെ ആഭ്യന്തര തർക്കമായാലും ഇപ്പോൾ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം ചൂണ്ടിക്കാണിച്ചതുപോലെ ഡാറ്റാ സെൻറ്റർ വിഷയം വന്നതിന് തൊട്ടുപിറകെ പ്രതികരണമുണ്ടായത് മുഴുവൻ ഘടകകക്ഷി നേതാക്കളിൽ നിന്നോ സർക്കാർ ചീഫ് വിപ്പാണ് ആദ്യം പ്രതികരിച്ചത്. അതിന് തൊട്ടുപിറകെ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നു. ഹൈക്കമാൻഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാദ വിഷയങ്ങളിൽ പരസ്യ പ്രസ്താവനകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നേതാക്കൾ ശ്രദ്ധിക്കണം എന്ന്. അതിനെപ്പോലും ലംഘിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നു. സ്വാഭാവികമായും സോണിയാഗാന്ധിയുടെ സന്ദർശനം താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലൊരു പ്രതീക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ വക നൽകുന്നില്ല എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരില്ലേ കോൺഗ്രസിനെ സംബന്ധിച്ച്? രാജീവ്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ശ്രീ വരദരാജൻ പറഞ്ഞ ഒരു കാര്യം, ഐക്യജനാധിപത്യ മുന്നണി തകർച്ചയിലേക്കാണ്, കോൺഗ്രസ് തകർച്ചയിലേക്കാണ്, മുഖ്യമന്ത്രിയെ മാറ്റിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ശ്വാസം വിടുകയുള്ളൂ എന്നൊക്കെ CPM നേതാക്കന്മാരും ഇടതുമുന്നണി നേതാക്കന്മാരും പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന ശൈലിയും അതിൻ്റെ ഒരു പാറ്റേൺ തന്നെ ഇടതുമുന്നണിയുടേത് പോലെയല്ല, അത് വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രീ വീരേന്ദ്രകുമാറിനെ പോലെയുള്ളവർ പറയാറുണ്ട്, പല മീറ്റിങ്ങുകളിലും പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, 1/4 നൂറ്റാണ്ടിലധികം CPM-നോടൊപ്പം നിന്നിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന CPM നേതാവിന് ഒന്ന് മുഖത്തോട് മുഖം കാണാൻ കഴിഞ്ഞിട്ടില്ല, ഒന്ന് മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ചെറിയ കക്ഷികളെ തിരിഞ്ഞു നോക്കാത്തൊരു സമീപനം. തീർച്ചയായിട്ടും ഐക്യജനാധിപത്യ മുന്നണിയുടെ പാറ്റേൺ അതുപോലെയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്നാണ് എനിക്ക് ഇതേ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ കൂടുന്നത് എന്തിനാ? അവിടെ ഒറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി കൂടിയത് എന്തിനാ? കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി കൂടിയത് സഖാവ് അച്യുതാനന്ദൻ്റെ ഒപ്പം നിൽക്കുന്ന 2 ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെ പുറത്താക്കാനോ അകത്താക്കാനോ അതിനു വേണ്ടിയാണ് കേന്ദ്ര കമ്മിറ്റി പോലും കൂടുന്നത്. ഇപ്പോൾ കൂടിയത് എന്തിനാ? അച്യുതാനന്ദനെ മാറ്റണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് CPM-നകത്തെല്ലാം ഭദ്രമാണെന്നും കോൺഗ്രസിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം ജനങ്ങളുടെ മുന്നിൽ വിലപ്പോകില്ല. പിന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ഏത് അന്വേഷണവും നടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സമരത്തിൽ വിജയിക്കാൻ CPM-ന് പറ്റിയോ? LDF ഒറ്റക്കെട്ടായി ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്, ആലപ്പുഴയിലൊക്കെ നടന്ന സമരത്തിൽ അതിന് മുമ്പായി അവിടെയുള്ള ആളുകൾ സമരത്തിലേക്ക് വന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? അവർ ഹജ്ജിന് പോകുന്നത് പോലെ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് പോകുന്നത് പോലെ തീർത്ഥാടനത്തിന് പോകുന്നത് പോലെ ഞങ്ങൾ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി താഴെ ഇറക്കിയിട്ട് മാത്രമേ തിരിച്ച് വീട്ടിലേക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രായമായവരെ കണ്ട്
എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച CPM-ന്റെയും മറ്റും സഖാക്കൾ എന്താണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത്? ആ സമരം വിജയിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? CPM-നകത്തെ അല്ലെങ്കിൽ LDF-നകത്തുള്ള ഗുണമുള്ള ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, ഈ പറഞ്ഞതെല്ലാം ഇടതു മുന്നണിയിലെ കാര്യങ്ങളാണ്. ഐക്യജനാധിപത്യ മുന്നണിയിലെ കാര്യങ്ങൾ പറഞ്ഞാൽ മുന്നണി നേതൃത്വം അവഗണിക്കുന്നു എന്ന ആക്ഷേപം JSS-നുണ്ട്, കേരള കോൺഗ്രസ് ബിക്കുണ്ട്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒരു പരിധിവരെയുണ്ട്, CMP-ക്കുണ്ട്. ശരിയല്ലേ? മാത്രമല്ല മുസ്ലിം ലീഗ് ഏറ്റവും അഭിമാന പ്രശ്നമായി കരുതുന്നത് ലീഗിന് നേരെ KPCC അധ്യക്ഷൻ നടത്തിയ വിമർശനങ്ങൾക്കോ ആര്യാടൻ മുഹമ്മദും K മുരളീധരനും നിരന്തരം നടത്തുന്ന വിമർശനങ്ങൾക്കോ ഒരു പരിഹാരം കണ്ടെത്താൻ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ട് പോലും നടന്നില്ല എന്നുള്ളത്. അതിന് പുറമെയാണ് കൂടുതൽ പാർലമെന്റ് സീറ്റുകൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ. UDF ചേർന്നിട്ട് 3 മാസമായി. UDF-ലെ കാര്യങ്ങൾ പലതും താൻ അറിയുന്നില്ല എന്ന് PP തങ്കച്ചൻ പറഞ്ഞത് വാർത്തയായിരുന്നു. ഞാനൊന്ന് പറഞ്ഞതൊന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. സാധാരണ ഒരു പന്ത് കളി നടക്കുമ്പോൾ അവസാനം പിരിഞ്ഞു പോകാൻ നേരത്ത് റഫറി ഒന്ന് വിസിലടിക്കുമ്പോൾ എല്ലാവരും കൂടെ നിന്നിട്ടാണ് അവിടെ നിന്ന് പിരിയുന്നത്. ഇപ്പോൾ ഈ സമരം നടത്തിയപ്പോൾ ഇവിടെ പ്രഖ്യാപനം വരുന്നതിന് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ആളുകൾ പിരിഞ്ഞുപോയി. കൊട്ടിയത്തും അതുപോലെ തന്നെ ആറ്റിങ്ങിലുമൊക്കെ സമരത്തിൽ പങ്കെടുത്തവർ പിരിഞ്ഞുപോയി. ഇപ്പം ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇതൊന്നും പറയാനുള്ള അധികാരമില്ല. സ്വാഭാവികമായും UDF-ന്റെ ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾ അത് കേൾക്കുവാനും അത് ന്യായമാണെങ്കിൽ അതിന് പരിഹാരം കാണുവാനും ഒക്കെ ഉള്ള ബാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനുണ്ട്. എല്ലാ കാലത്തും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസ് കുറെ കൂടി ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ, കുറെ കൂടി അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടി എന്നുള്ള നിലയിൽ പലപ്പോഴും കോൺഗ്രസിനകത്ത് തുറന്ന അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് പലപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തകരെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, ഒരു ദേശീയ തലത്തിലുള്ള പ്രാധാന്യമുള്ള കാര്യം വരുമ്പോൾ, രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നിശ്ചയമായും ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും തീർന്നിരിക്കും. ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും ദിവാസ്വപ്നം മാത്രമാണ് എന്ന് പറയും. ശ്രീ K. ഖാദർ, ഇവിടെ ഷാനിമോൾ ഉസ്മാൻ പറയുന്നത് പോലെ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ യോജിച്ച് നിൽക്കാറുണ്ട് കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും. അതുപോലെ വളരെ പെട്ടെന്ന് യോജിച്ച് നിൽക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ പരിഹരിക്കപ്പെടുന്നതാണോ ലീഗ് ഉന്നയിച്ച പ്രശ്നങ്ങൾ? പ്രത്യേകിച്ച് CK ഗോവിന്ദൻ നായർ അനുസ്മരണത്തിൽ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഉയർത്തിയ വിമർശം, അതിനോട് ലീഗ് പ്രതികരിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡിൽ നിന്ന് ന്യായമായ പരിഹാരം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ തൽക്കാലം അടങ്ങി നിൽക്കുന്നു എന്ന് പരസ്യമായി ലീഗ് പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് നടത്തുന്ന വിമർശനങ്ങൾ, ഇതൊക്കെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാം മറന്ന് ഒന്നിക്കാൻ പാകത്തിലേക്ക് ലീഗ് എത്തുമോ?